ഒരു കുന്തം തരാൻ പോകുന്നില്ല. അവകാശങ്ങൾ ഇല്ലാതാകും. ഇടതിന്റെ ശബ്ദം ഡൽഹിയിൽ മുഴങ്ങിയില്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. നിങ്ങൾ ഈ ഉദ്ദേശിച്ച ഇടത് എന്ന് പറഞ്ഞത് ഇതാണോ? നമ്മുടെ അടുത്ത കൈ പരിപാടിക്ക് അതാണ് സത്യം കേട്ടോ. ഈ കൈയില്ലെങ്കിൽ പേപ്പർ ഒന്നും എല്ലായിടത്തും ഉണ്ടാവില്ല. നിങ്ങൾ എന്താ പറയുന്നത്? കൈ തന്നെ വേണം. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. ആകെ 5, 3, 8 സീറ്റ് ലോക്സഭയിലും രാജ്യസഭയിലും കൂടെ ഉള്ള നിങ്ങള് എന്ത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല നിങ്ങൾ പറയണത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ 20 സീറ്റ് കഴിഞ്ഞാൽ ആകെ 45 സീറ്റിൽ നിങ്ങൾ മത്സരിക്കുന്നതന്നെ ഉള്ളൂ. ഈ പറഞ്ഞ ത്രിപുരയും ബംഗാളൊക്കെ പണ്ടേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ ആകെ ഒരു കനൊരു തരിയ ബാക്കി ഉണ്ടായിരുന്നു. ആ തരി തന്നെ ഇനി കത്തുമെന്ന് പടച്ച് തമ്പുരാൻ അറിയാം. ഇനി നിങ്ങൾ എത്ര അങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഈ 4-5 ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ഇന്ത്യനെ രക്ഷിക്കാനാ പോകുന്നത്? കുറച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ? ഈ കേരളം അങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിനെ തന്നെയാണ്. ഈ കേരളത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ഈ കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞ ഐറ്റം വല്ലതുമാണോ? അതോ നിങ്ങൾ ഇവിടുത്തെ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെ കള്ളത്തരങ്ങള് പൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലല്ലേ ഇത് മൊത്തം? ഈ കേരളത്തിലെ ആൾക്കാർ കുറച്ചൊക്കെ ഒരു ബോധമുണ്ട്. എന്റെ പടച്ചോൻ, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാന്ന്. സത്യമാണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല. ഇന്ത്യക്കാരല്ലേ, നമുക്ക് ഈ കൈ വെച്ചിട്ടല്ലേ പരിചയമുള്ളൂ. ഇടത്തെ കൈ വെച്ചിട്ടേ പരിചയമുള്ളൂ. ബുദ്ധിമുട്ടാ ഇടത്തെ കൈ. നമ്മൾ ഈ വിദേശത്തൊക്കെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഒന്നും വെള്ളമില്ലല്ലോ. വെള്ളം ഉണ്ടെങ്കിലല്ലേ നമ്മളെ കൈ വെച്ച് പരിപാടിയുള്ളൂ. ഇന്ത്യയിൽ പക്ഷേ വെള്ളമുണ്ട്, എല്ലായിടത്തും കൈ തന്നെ വേണം. അത് ഇടത്തെ കൈ. കഷ്ടം.